ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് ജിഞ്ചു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ഐഡിയ കൊണ്ടാണ്. ഇതുപോലത്തെ ഫോം ഷീറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്രാഫ്റ്റ് ചെയ്യുന്നത്. ഒരു ഫോം ഷീറ്റിന് ഏകദേശം 10 രൂപയാവുന്നുള്ളൂ. ഇത് വെച്ചിട്ട് നമുക്ക് നല്ല എക്സ്പെൻസീവ് ലുക്ക് തോന്നുന്ന ഹോം ഡെക്കോർ ചെയ്താലോ? പോകാം വീഡിയോയിലേക്ക്, വായോ. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് A4 സൈസ് വരുന്ന ഫോം ഷീറ്റാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഗ്രീൻ കളറാണ്. ഗ്രീൻ കളറിലൊരു ഡെക്കോറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലൈൻസ് ഉള്ള ഒരു പേപ്പറിൻ്റെ ഒരു 4 റോസ് വരുന്ന പോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിനെ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ A4 സൈസ് ഫോം ഷീറ്റ് കട്ട് ചെയ്യുന്നത്. കാരണം നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ലൈൻസ് ഇട്ട് കറക്റ്റ് മെഷർ ചെയ്താലും മതി. അപ്പോൾ ഏകദേശം 4 സെൻറ്റിമീറ്റർ അങ്ങനെ കണക്കാക്കിയാൽ മതിയായിരിക്കും. ഇനി നമുക്ക് ഈ ഷീറ്റിൻ്റെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ഷീറ്റിൻ്റെ 4 സൈഡ് നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഗ്രീനിഷ് കളറാണ്. ഒരു ചെറുപയറിൻ്റെ പച്ച ഏകദേശം ആ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. ഗ്രീനും യെല്ലോയും പിന്നെ കുറച്ച് ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് എനിക്ക് ആ കളർ കിട്ടിയത്. അത് നമുക്ക് 4 സൈഡിലും കളർ ചെയ്ത് കൊടുക്കാം. സ്പോഞ്ച് വെച്ച് സ്മഡ്ജ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. നമ്മുടെ ക്രാഫ്റ്റ് ചെയ്യുമ്പം അതിനൊരു നാച്ചുറൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ 2 ഷെയ്ഡൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി ഫീലിംഗ് വരും. നമ്മൾ ആദ്യം എടുത്ത ആ പേപ്പർ ഉണ്ടല്ലോ, ആ ലൈൻസ് ഉള്ള പേപ്പർ, അതിനെ നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ പേപ്പർ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലാതെ നമ്മൾ ഈസി ആയിട്ട് ഹാൻഡ് വെച്ച് ചെയ്യുവാണെങ്കിൽ, ഫ്രീ ഹാൻഡ് ആയിട്ട് ചെയ്യുവാണെങ്കിൽ അത്ര പെർഫെക്റ്റ് ആവണം എന്നില്ല. മാക്സിമം പെർഫെക്ഷൻ നോക്കുക. ബാക്കി നമുക്ക് ചിലപ്പോൾ സൈഡൊക്കെ ചെറുതായിട്ട് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ നമുക്ക് ബാക്കി പിന്നീട് കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലീഫിൻ്റെ ഷേപ്പ്. നമ്മളിവിടെ ചെയ്യുന്നത് സുക്കുലൻ പ്ലാന്റ്സ് ആണ്. അപ്പോൾ അതിൻ്റെ ലീഫൊക്കെ വളരെ ചെറുതാണതുകൊണ്ട് നമുക്ക് ആ ഒരു സൈസിൽ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ എണ്ണം വേണമെന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫ്ലവർ വേസ് ഉണ്ടല്ലോ, ആ വേസിൻ്റെ അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ചെറിയൊരു വേസാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം 3 നമ്മൾ കട്ട് ചെയ്ത ഷീറ്റ് കണ്ടല്ലോ, 3 ഷീറ്റ്സ് 3 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലീഫ് എടുത്തിട്ട് നമുക്ക് അയൺ ബോക്സിലൊന്ന് വെച്ച് കൊടുക്കാം. അയൺ ബോക്സിൽ വെച്ച് കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു നല്ലൊരു ഷേപ്പിലേക്ക് വരും. കുറച്ചൊരു കർവായി വരുന്നത് കണ്ടോ? ഈ അയൺ ബോക്സിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ഫോം ഷീറ്റിൻ്റെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് വരും. പിന്നെ അതൊരു കുറച്ച് വളഞ്ഞ് അതേ വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ ചാടി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഞാനത് പല തവണ വെച്ച് വരുമ്പോഴത്തേക്ക് അതിൻ്റെ പെർഫെക്ഷൻ കൂടി വരുന്നുണ്ട്. ഇനി നമുക്ക് വേസ് റെഡിയാക്കാം. ഞാൻ വേസിനായിട്ട് പഴയൊരു ടിന്നാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ കോസ്മെറ്റിക്സ് ഒക്കെ കിട്ടുന്ന ഇതുപോലത്തെ ബോട്ടിൽസ് ഉണ്ടല്ലോ, ക്രീമിൻ്റെ ഒക്കെ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ട് കുറച്ചുകൂടെ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം എന്നിട്ട് ഞാൻ അതിൽ സ്പോഞ്ച് നിറച്ചിട്ട് വീണ്ടും ഒരു പേപ്പർ വെച്ച് കവർ ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പിലേക്ക് ആക്കിയെടുത്തു. ഒറിജിനൽ സുക്കുലൻ പ്ലാന്റ്സിന് ഈ ഒരു ഷേപ്പാണല്ലോ. അപ്പോൾ ആ ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബോൾ പോലത്തെ ഒരു ഷേപ്പിലേക്ക് വേസിൻ്റെ അകത്ത് സ്പോഞ്ച് നിറച്ചിട്ട് അത് ശരിയാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ഓരോ ലീവ്സും നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് ഒട്ടിക്കാനാണ് ഈ ക്രാഫ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയത് ഈ ഒട്ടിക്കുന്ന പോർഷനിലാണ് കേട്ടോ. ഞാൻ ആദ്യം ഇവിടെ യൂസ് ചെയ്തത് ഫെവിക്കോളായിരുന്നു. ഫെവിക്കോൾ വെച്ചാൽ അത്ര നന്നായിട്ടൊന്നും ഒട്ടത്തില്ല. അത് നമുക്ക് കുറച്ചുകൂടെ നല്ല ഗ്ലൂ യൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാം. പിന്നത്തെ ക്രാഫ്റ്റുകൾക്ക് ഞാൻ കുറച്ചുകൂടെ നല്ല ഗ്ലൂ യൂസ് ചെയ്തപ്പോൾ അത് ഭയങ്കര ഈസിയായിരുന്നു, പെട്ടെന്ന് തന്നെ ഒട്ടും.
ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടോ? സുക്കുലൻ പ്ലാന്റ്സ് മോസ്റ്റ്ലി ഗ്രീൻ ആണെന്ന് തോന്നുന്നു. എന്നാലും ഒരു വെറൈറ്റി കുറച്ചുകൂടെ രസമുള്ള കാണാൻ ഭംഗിയുള്ളൊരു പ്ലാന്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് ആദ്യം കുറച്ച് വൈറ്റ് പേപ്പേഴ്സ് ഇത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 8 എണ്ണം ഉണ്ട്. അപ്പം അതിൽ ഓരോന്ന് തമ്മിൽ ഏകദേശം ഒരു 1/4 സെൻറ്റിമീറ്റർ വ്യത്യാസത്തിൽ. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ ഒന്ന് മടക്കി 8 സെക്ടേഴ്സ് കിട്ടുന്ന പോലെ നമുക്ക് മടക്കിയതിന് ശേഷം നമുക്കൊരു ഷേപ്പ് വരച്ചു കൊടുക്കാം. നല്ല ഫ്ലവറിൻ്റെ ഒക്കെ ഷേപ്പ് കിട്ടുന്ന പോലെ ഒരു ഭംഗിയുള്ള ഷേപ്പ് നമുക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇപ്പം നമുക്ക് കണ്ടോ, ഇവിടെ 8 സെക്ടേഴ്സ് ഉണ്ട്. ഫ്ലവറിന് 8 ഇതളുകൾ വരുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ പേപ്പറിൽ ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഫോം ഷീറ്റിലേക്ക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലാതെ ഡയറക്റ്റ് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അത് ശരിയാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഫോം ഷീറ്റിൽ ഇങ്ങനെ പേപ്പർ വെച്ച് കട്ട് ചെയ്യാൻ വളരെ ഈസി ആയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ തന്നെ നല്ല ഷേപ്പിലേക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റി. One, 2, 3, 4, 5, 6, 7, 8. ഏറ്റവും ലാസ്റ്റ്, അതായത് ഏറ്റവും ഉള്ളിലേക്ക് വരുന്നതിന് 4 ഇതളുകളേ ഉള്ളൂ. ബാക്കിയെല്ലാം 8 എണ്ണം വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിങ്ക് കളർ എടുത്തിട്ട് ഞാനൊരു സ്പോഞ്ചിലേക്ക് അടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നമ്മുടെ പെറ്റൽസിലേക്ക് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. പിങ്കും ബ്ലൂവും കൂടെ ഒരു മൾട്ടി ഷെയ്ഡ് വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയായിരിക്കും. വളരെ അട്രാക്റ്റീവ് ആണ് ഈ കളർ കോമ്പിനേഷൻ എന്ന് തോന്നുന്നു. നമുക്ക് നന്നായിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് സ്പീഡ് ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ടയായിട്ട് ഓരോ ഭാഗത്ത് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ചാൻസ് കൂടുതലാണ്. സ്പീഡ് ചെയ്യുവാണെങ്കിൽ എല്ലാ ഭാഗത്തും ഈക്വൽ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് ഓരോ ലെയറിലേക്കും കളർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സ്പോഞ്ചിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു വളരെ നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്ന പോലെ ഇല്ലേ. ചില സ്ഥലത്ത് ചെറുതായിട്ടൊക്കെ കട്ട പിടിച്ചിട്ടുണ്ട്, കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട് അതൊക്കെ മാറ്റാൻ വേണ്ടി. എന്നാൽ കൂടി നല്ല സ്മഡ്ജ് ചെയ്ത് വന്നപ്പോഴത്തേക്കും നല്ലൊരു നാച്ചുറൽ ലുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അയൺ ബോക്സിലേക്ക് വെച്ചു കൊടുക്കാം. പല തവണയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡും ഒക്കെ കുറച്ചായിട്ട് വെച്ചു കൊടുത്തു. അന്നേരമാണ് അതിനൊരു കർവൊക്കെ വന്നിട്ട് സാധാരണ ഇതളുകൾ പോലെ ഒരു ലുക്കിലേക്ക് വരുന്നത്. ഓരോ തവണ വെക്കുമ്പോഴും ഈ ഫോം ഷീറ്റ് വളരെ നൈസായിട്ട് വരും. എന്നിട്ട് അത് വീഴുന്ന കണ്ടോ, അത് ആയി കഴിയുമ്പോഴത്തേക്കും വീഴുന്നുണ്ട്. നമ്മുടെ കൈ ശ്രദ്ധിക്കണം കേട്ടോ. അയൺ ബോക്സിൽ ഇത് വെച്ച് ചെയ്യുമ്പോൾ കൈ പൊള്ളാതെ എല്ലാവരും ശ്രദ്ധിക്കണേ. നല്ല ഭംഗിയായിട്ട് വരാൻ വേണ്ടി സെൻറ്റർ കുറച്ചും കൂടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നേരം ആ സെൻറ്റർ പോർഷൻ കൊണ്ട് ഓരോ ഇതിലും വിട്ടിങ്ങനെ വരുന്ന ഒരു ഫീൽ ഉണ്ട്. ഇപ്പോൾ ഇത് നോക്കൂ, ഏകദേശം ഫൈനൽ ലുക്കിൽ ഭംഗിയായിട്ട് വന്നിട്ടില്ലേ.
ഇനി ഇതിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നടുക്ക് ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒരു ഒറിജിനാലിറ്റിയിലേക്ക് വരും. വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ ഇത് നമുക്ക് ഈ ക്രാഫ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒരു A4 സൈസ് ഷീറ്റ് ഒന്നും വേണ്ടി വന്നില്ല. ഏകദേശം ഒരു പകുതിയൊക്കെ വേണ്ടി വന്നുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു സ്റ്റിക്ക് എടുക്കാം. നമുക്കൊരു സ്റ്റിക്ക് എടുക്കാം. ഇതിന്റെ അറ്റം ഒന്ന് ഇതുപോലെ ഒന്ന് നമുക്കൊന്ന് ഷാർപ്പാക്കി കൊടുക്കാം. എന്നിട്ട് ഞാനൊരു ഫോം ഷീറ്റ് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത ഫോം ഷീറ്റ് ഇവിടെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലേക്ക് നമുക്ക് ഓരോ ലെയർ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരെണ്ണം വെച്ചു അതിന്റെ ഇതളുകളുടെ സെന്ററിലേക്ക് അടുത്തത് വരണം. അങ്ങനെയാണല്ലോ നാച്ചുറൽ ആയിട്ട് ഫ്ലവേഴ്സ് ഒക്കെ സാധാരണ അങ്ങനെയാണല്ലോ ഉള്ളത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ഇതിന്റെ സൈസ് എന്തോരം വലിയ സർക്കിൾ ആണ് എടുക്കേണ്ടതെന്നുള്ളതും നമ്മുടെ ഫ്ലവർ വേസിനനുസരിച്ച് എടുക്കും. വേസിനെക്കാട്ടിലും ഒരു 1/2 സെന്റിമീറ്റർ പുറത്തേക്ക് നിൽക്കുന്നതാണ് കൂടുതൽ ഭംഗി. അപ്പൊ നമുക്ക് അങ്ങനെ നോക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒരു 8 സെന്റിമീറ്റർ എടുക്കുന്നതെങ്കിൽ അടുത്തതിന് ഒരു 8.5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 8.25 സെന്റിമീറ്റർ അങ്ങനെ പോവാം. ഏകദേശം ഒരു 0.5 സെന്റിമീറ്റർ ഗ്യാപ്പ് അങ്ങനെയൊക്കെ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും രസം. എല്ലാം ഒരുപോലെ നിന്നിട്ടുണ്ടെങ്കിൽ വലിയ ഭംഗി ഉണ്ടാവില്ല. എല്ലാം കൂടി നിൽക്കുന്ന ഒരു രസം ഉണ്ടാവില്ല. എനിക്ക് ഫോം ഷീറ്റ് വളരെ ഈസി ആയിട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നു. കീറി പോകുകയൊന്നും ചെയ്തില്ല. വളരെ ഈസി ആയിട്ട് തന്നെ അതങ്ങ് ഇറങ്ങി. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അത് ഇരിക്കുന്നുണ്ട്. താഴെ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് താഴോട്ട് ചാടി പോകുകയില്ല. ഞാൻ കറക്റ്റ് വരാത്തതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ഫൈനൽ ടച്ചിൽ കുറച്ച് പെർഫെക്ഷൻ ഒക്കെ കൂട്ടി കൊടുക്കുന്നുണ്ട്. ഏറ്റവും മിഡിലിൽ വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഒരു റൗണ്ട് ചുറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മുടെ സ്റ്റിക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു. ഗ്ലൂ ഇവിടെ മാത്രമേ യൂസ് ചെയ്തുള്ളൂ. അതിൻ്റെ ആവശ്യം വന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. ബാക്കിലും ചാടി പോകത്തില്ല, ഫ്രണ്ടിലും ടൈറ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ സ്റ്റിക്കിൻ്റെ എഡ്ജ് അവിടെ നിൽക്കുന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കളയാൻ. എന്നിട്ട് വേണമെങ്കിൽ പിന്നെയും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്, ഒരു കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ബ്ലൂ കളറോ അല്ലെങ്കിൽ ഒരു പിങ്ക് കളറോ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഈ വേസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലൊരു സ്പോഞ്ച് പീസ് വെച്ച് അതിലേക്ക് കുത്തി വെക്കുകയാണ് നമ്മുടെ ഈ സുക്കുലന്റ് ഫ്ലവർ. ഫോം ഷീറ്റ് ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ മൂന്നാമത്തെ ക്രാഫ്റ്റിലേക്ക് പോയാലോ? ഗ്രീൻ കളർ ഫോം ഷീറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 4 അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ വിഡ്ത്തിൽ ഞാൻ ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 3 ഷീറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ 5 സെന്റിമീറ്റർ വിഡ്ത്തുള്ള 3 ഷീറ്റ്സാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഗ്രാസിൻ്റെ ഷേപ്പ് പോലെയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ നേർത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ഇംപെർഫെക്ഷൻസ് ഒക്കെ ഉണ്ട്, അത് സാരമില്ല, അത് നമുക്ക് ഫൈനലിൽ ശരിയാക്കിയെടുക്കാം.
അത് അയൺ ബോക്സിലേക്ക് കാണിച്ച് നല്ല ഷേപ്പിലേക്ക് ആക്കി എടുക്കുന്നുണ്ട്. പല പ്രാവശ്യം അയൺ ബോക്സിൽ ടച്ച് ചെയ്ത് കൊടുത്തു. അപ്പോഴേക്കും നല്ലൊരു ഷേപ്പിലേക്ക് വരുന്നുണ്ട്, ഒരു നാച്ചുറൽ ലുക്കിലേക്ക് വരുന്നുണ്ട്. പേപ്പർ കട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഈ അയൺ ബോക്സിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും അതൊക്കെ മാറി കിട്ടുന്നുണ്ട്. ഇങ്ങനെ വളഞ്ഞൊക്കെ വരുമ്പോഴത്തേക്കും ആ പ്രശ്നമൊന്നുമില്ല. അതിനുശേഷം ഇതിനെ ഒരു ഹാഫായിട്ട് പിന്നെയും കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്ലൂ തേച്ചതിന് ശേഷം ഒരു സ്റ്റിക്കിലേക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ചെറിയൊരു പേപ്പർ ബോക്സ് എടുക്കുന്നുണ്ട്. ഇതൊരു മെഡിസിൻ്റെ ബോക്സാണ്. അതിനെ നമുക്കൊരു വേസിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ബ്ലാക്കും ബ്രൗൺ കളറും ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോക്സിലേക്ക് ഗ്ലൂ ഒട്ടിച്ചതിന് ശേഷം ഫോം ഷീറ്റ് ഇങ്ങനെ നൈസായിട്ട് ഒരു 1/2 സെൻറ്റിമീറ്റർ വിഡ്ത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓൾട്ടർനേറ്റ് ആണ് കളേഴ്സ് കൊടുത്തിരിക്കുന്നത്, ബ്ലാക്ക് ബ്രൗൺ അങ്ങനെ. എന്നിട്ട് സൈഡിലേക്കും ഫിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരു ലൈൻസ് പോലെ ഒരു ഡിസൈനാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഗ്ലൂ ആണ്. അത് ഈസി ആയിട്ട് തന്നെ സ്റ്റിക്കായി. അപ്പോൾ ഇതാണ് നമ്മുടെ വേസ്. എങ്ങനെയുണ്ട്? വേസിന് ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അവിടെ ഞാൻ ബ്ലാക്ക് കളർ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ അത്രയ്ക്ക് അങ്ങ് തിരിയത്തില്ല. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഗ്രാസ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. വെറുതെ വെച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 3 ക്രാഫ്റ്റിലും ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രാഫ്റ്റ് ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് അയക്കണേ. ചെറിയ കോസ്റ്റിൽ അടിപൊളി ലുക്കിൽ തന്നെ 3 ക്രാഫ്റ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ സമയം കൊണ്ട് തന്നെ ലോ കോസ്റ്റിൽ നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഐറ്റംസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയ ക്രാഫ്റ്റ് ഐഡിയ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ ബൈ.